ആളുകൾ. മണിയേട്ടാ ഒന്ന് പരിചയപ്പെടുത്തു. വിവേക്, രാഹുൽ, ദിലീപ്. ഇത് പ്രത്യേകത എന്താ അറിയോ, ഇയാള് കാറ്ററിംഗ് സർവീസിന് പോണേ. ബാക്കി സമയങ്ങൾ വീട് തിരുനാവായാലാണ്, കുറ്റിപ്പുറം തിരൂര്, അവിടെ നിന്നാണ് ഈ പറഞ്ഞത്. അത് ഒഴിവ് സമയത്തൊക്കെ ആനക്കുട്ടി ശിവന്റെ അടുത്തേക്ക് വരും. പിന്നെ ഇവൻ ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യണം. ഇവനും എഡിറ്റിങ്ങിന്റെ വർക്ക് ചെയ്യണം. ഇവൻ എന്താ മാതിരി കുഞ്ഞു പയ്യനായിട്ട് പറഞ്ഞതാ. ഇവൻ മാത്രമല്ലാണ്ട് ഇതുപോലെ ഒരു 10-20 പിള്ളേരുണ്ട്. ഇപ്പം ഇവരെ മാത്രം നമുക്ക് ഇവിടെ പെട്ടെന്ന് കണ്ടുള്ളൂ എന്ന് മാത്രം. എൻ്റെ കൂടെ ഇതുമായി സഞ്ചരിക്കുന്ന കാലത്തോടുള്ള സുഹൃത്താണ് അശോകൻ. ഞാൻ പറഞ്ഞല്ലോ, അശോകൻ ഉണ്ട്, ഒരു പ്രവീൺ ഉണ്ട്, വിമല്, കുറേ പിള്ളേരുകളുണ്ട്. അവരൊക്കെ നമ്മളോട് ഇതുമാതിരി ഇങ്ങനെ കുറെ കൂട്ടായ്മയുള്ള സഹായങ്ങൾ ഉണ്ടെങ്കിലേ ഇത് മുൻപോട്ട് പോകുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് നയിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല അത്. അങ്ങനെ കുറച്ച് നമ്മളോട് അടുപ്പുള്ള കുറച്ച് ആൾക്കാരും കൂടി വേണം, എന്നാലേ നമുക്കിത്. നമ്മുടെ കയ്യിൽ ഒരു ആന ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 ആനസ്നേഹി സുഹൃത്തുക്കളെങ്കിലും വേണം. നമ്മളൊന്ന് വിളിച്ച ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകാനോ, അല്ലെങ്കിൽ നമ്മളവിടെ ഇല്ലെങ്കിൽ ഒരു നേരെ അഷ്ടച്ചോറും കൂടി കൊടുക്കണമെങ്കിലും ഒക്കെ ആനയോട് ഇഷ്ടമുള്ള, സിൻസിയറായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ വേണം, എങ്കിലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പം ഇവർ പെട്ടെന്ന് ഇപ്പോൾ ഇവരെ 3 ആൾ കിട്ടിയോണ്ട് ഇവരെ പരിചയപ്പെടുത്തി മാത്രമേ. ഇവരെ പോലെ ഒത്തിരി പേരുണ്ട് അവിടെ. ഓരോ പറമ്പിലും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. ഒരു പേരെടുത്ത് പറഞ്ഞാൽ തീരില്ലാന്ന്. ഒരു 10-15 പേര് എപ്പോഴും ഉണ്ടാവും ജോലി കഴിഞ്ഞാൽ. ഞാൻ അവരൊക്കെ വീട്ടിൽ അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യം പേടിയിരുന്നു. ഇവിടെ വന്നാൽ ഇപ്പോൾ വല്ല ലഹരികളിലൊക്കെ വന്ന് പെടുക. അപ്പം നമ്മൾ പറയും, നമ്മളിത് ഉപയോഗിക്കാത്ത ആളാണ്, നമ്മളെ കൂടെ വന്നിട്ട് മോശപ്പെട്ട വഴിക്ക് പോവില്ല, അവർ സ്വയം പോവാതിരുന്നാൽ മതി, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിട്ടോളൂ. ആനോട് ഇഷ്ടം വന്നാൽ, നല്ല ഇഷ്ടമാണെങ്കിൽ വേറൊരു വഴിക്കും മോശപ്പെട്ട വഴിക്ക് പോവില്ല, നല്ല ഇഷ്ടം ആണെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും പറയും. ഇവരൊക്കെ അങ്ങനെ പറയുന്നതാണ്. ഇതിപ്പം മണിയേട്ടൻ മേടിച്ചിരിക്കുന്ന സ്ഥലം മൊത്തം നമ്മുടെ സ്ഥലം. മൊത്തം നമ്മുടെ. ഇതൊക്കെ നല്ല ചുരുങ്ങിയ ദിവസം കൊണ്ട് വെച്ചാണ്. ഇതൊക്കെ നല്ല മരങ്ങളായി മാറിയ, ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല മരങ്ങളായി മാറും. നല്ല മരങ്ങളായി നല്ല സെറ്റപ്പായി മാറും. ഇവിടെ ഇപ്പം മൊത്തത്തിൽ നമുക്ക് എത്രത്തോളം മരങ്ങളും കാര്യങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്? കണ്ടില്ല, ഈ കാണുന്ന മൊത്തം തെങ്ങ്, കവുങ്ങ്, റംബുട്ടാൻ, മാവ്, പ്ലാവ്, അടയ്ക്കാമരം, അവക്കാടോ എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു 1.5 കൊല്ലം കൊണ്ട് ഇത് അനുഭവങ്ങളാവും എന്നല്ല വേണം. കുറച്ച് പൊക്കം വന്നാൽ തന്നെ ഇതിന്റെ മുഖച്ഛായ മാറും. ഇപ്പൊ തന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് നല്ല പച്ചപ്പാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ആന സവാരി അല്ലെങ്കിൽ ആന പാർക്ക്? എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിള്ളേരെ കിട്ടുന്നുണ്ടെങ്കിൽ വെറുതെ ഇതിൻ്റെ ഉള്ളിൽ അവിടുന്ന് മുതലേ ഇങ്ങനെ വഴി ഇട്ടിട്ടുണ്ട് നമ്മൾ അറ്റം പറയാൻ. ഈ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്താം, ഒരു പിടിയാന വന്നാലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തിലാണ് ഇത് ശ്രമിച്ചതെന്ന് പറയാൻ. ഒരു സന്തോഷല്ലേ. പലപ്പോഴായിട്ട് മേടിച്ചതാണ്, അത് ഒന്നിച്ച് പലപ്പോഴായിട്ട് വാങ്ങാൻ പറ്റുന്ന സാഹചര്യം. പലരിൽ നിന്ന്, ഒരു 3 വ്യക്തികളിൽ നിന്ന് മേടിച്ചതാ. നമുക്കത് അങ്ങനെ കിട്ടാൻ ഭാഗ്യം ഉണ്ടായി. നമ്മൾ പണം കുറച്ച് പൈസ കൊടുത്ത സമയത്ത് തന്നെ നമുക്ക് ഒരു രജിസ്റ്റർ ചെയ്തു തന്നു നമ്മുടെ പേരിൽ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വല്ല ചെക്ക് ലീഫോ അല്ലെങ്കിൽ അനുബന്ധമായ എന്തെങ്കിലും ഈട് തരാമെന്ന് പറഞ്ഞു. മേടിച്ചില്ല. ഞാൻ അഭിമാന പുരസ്സരം പറയുന്നുണ്ട്, ജയദീപ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഒരു സ്ഥലം. ആളെ പറഞ്ഞു, തന്നെയൊക്കെ എനിക്കറിയാം, തൻ്റെ പേരിലേക്ക് ഇതാക്കി എന്ന് പറഞ്ഞു. വെച്ചാൽ വേറെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു കടപ്പാടുണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ആധാരം പോലും മേടിച്ചില്ല. ഞാൻ പൈസ കൊണ്ടു കൊടുത്തിട്ട് എനിക്കൊരു അഭിമാനം ഉണ്ടായി. മേടിച്ച അദ്ദേഹത്തിൻ്റെ മുണ്ടും ഷർട്ടും മേടിച്ചിട്ടാണ് ഞാൻ ആളെ കൊണ്ടുവന്ന് ഞാൻ തിരിച്ച് മേടിച്ചത്. എന്താ വെച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടണം, തൻ്റെ പേരിലേക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് തന്നത്. അപ്പം അങ്ങനെ ഒരു സ്നേഹം നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതിപ്പോൾ നമ്മുടെ ഒരു ജന്മം ആനയോടുള്ള ഭാഗ്യം കൊണ്ടാവാന്ന് ഞാൻ വിചാരിച്ചത്. ഇത്രയും നല്ലൊരു പറമ്പ് എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ കോളേജിന് പരിസരമായ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ല വാല്യുള്ള സ്ഥലമാണ്. അപ്പം മണിയേട്ടൻ ഇല്ലാത്ത സമയത്ത് ആനയുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇവരൊക്കെയാണ്. അതിപ്പോൾ ഒരു ആരും എന്ത് വേണമെങ്കിലും ഇവർ ചെയ്യും, അത് ചെയ്യും. ഇവരെല്ലാവരും എത്തും. വൈകുന്നേരങ്ങളൊക്കെ ഈ അശോകൻ പണി കഴിഞ്ഞാൽ വന്ന് അശോകനും പ്രവീൺ കൂടി അവർ വേണമെങ്കിൽ വെള്ളം കൊടുക്കും. എനിക്കൊന്ന് വിവേക് ഇപ്പം ശിവനാനക്കുട്ടിയുടെ പോയിട്ട് വന്നതല്ലേ? അവൻ നമ്മളിപ്പോൾ അവനിവനും അവരും കൂടി ഞാനും കൂടി ആയിരുന്നു വന്നതാ. അതെ പറഞ്ഞു. ഇപ്പൊ ഈ ദിലീപ് വരുന്നത് മലപ്പുറം ജില്ല എന്നാ പറയുന്നത്, കുറ്റിപ്പുറം തിരൂർ എന്നാ പറഞ്ഞേ. പ്രത്യേകിച്ച് കുറ്റിപ്പുറത്തിന്റെ കാര്യം അവിടെ ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ഉണ്ടല്ലോ, ചോർമീൻ. അതാണ് ചോർമീൻ. അവിടെ ഒരു കട പോകണം ആഗ്രഹം. അതെ അവിടെ ഭയങ്കര തിരക്കുള്ള അവിടെ നിന്ന് പറഞ്ഞേ. ഇങ്ങനെ മുന്തിരി അച്ചാറൊക്കെ കൊടുത്തിരും, നന്നായി ഫുഡ് ഉണ്ടാക്കും കാര്യം. അവളുടെ ഭാര്യ സർക്കാർ സർവീസ്, കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞോ. നമുക്കൊരു ഇന്ദിര കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞു. ആള് കാറ്ററിംഗ്, വൈഫ് സർക്കാർ ജോലിയാണ്. ജോലി കഴിഞ്ഞ ബാക്കി സമയത്ത് അത്ര ദൂരത്ത് നിന്ന് 45 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വരണ്ടേ. വരുന്നു ഇവിടെ വന്നിട്ട് വേറെ കമ്പനി കൂടുതലൊന്നും ഇല്ലാന്ന്. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരിക്കും. അതന്നെ ഞങ്ങളുടെ സന്തോഷം. അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വേറെ ആളുടെ വസ്തുവാണ്. അത് വേറെ ആളിൽ നിന്ന് മേടിച്ചതാ. ഇപ്പൊ എല്ലാം ഒന്നായി, ഇതെല്ലാം നമ്മുടെയാണ്. ഇതെല്ലാം ആ മതില് ബോർഡ് തൊട്ട് ഇങ്ങേ അറ്റം വരെ നമ്മുടെ തന്നെയാണ്. ഇത് ആനക്കാർക്ക് ഇത് പണി പൂർത്തിയായി ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. പണി പൂർത്തിയാക്കാൻ ഇപ്പൊ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് വഴി വരുന്നേ. അതെ, അതിങ്ങനെ ആനയ്ക്ക് നടക്കാൻ വേണ്ടിട്ടേ. ഇങ്ങനെ മനസ്സിലായ ഇതിപ്പോ ഈ കവുങ്ങ്, ഈ അടയ്ക്കാമരത്തിന്റെ
ഇതൊരു നിശ്ചിത അളവ് ഇത് പൊങ്ങിക്കഴിഞ്ഞാലേ ഉം. ഇവിടുന്ന് അവിടുന്ന് മുതൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് അറ്റം വരെത്തും. ഉം. കാണാൻ ഒരു ഭംഗിയായിരിക്കുന്നു. ഭയങ്കര ഒരു മരങ്ങളൊക്കെ നിറഞ്ഞാൽ തന്നെ മരങ്ങളായി ഇതൊക്കെ ഒന്ന് വലുതായാൽ തന്നെ ഉം. എല്ലാം വെച്ചിട്ടുണ്ട്. നെല്ലി, 2 അരിനെല്ലി, ഉം. എല്ലാം പല ടൈപ്പ് മാവ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ തറി തന്നെ തറി കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നമ്മള് വളങ്ങൾ മേടിച്ച് വെച്ചതാണ്. ആ ഇപ്പൊ ഇവിടെ കറക്റ്റ് 3 ആനയ്ക്ക് നിൽക്കാനുള്ള തറിയുണ്ട്. സംവിധാനമുണ്ട്. എന്നാൽ ആനയ്ക്ക് നല്ല ഏറ്റവും മികച്ച സംവിധാനത്തിൽ നിൽക്കാം. ഞാൻ കാണിച്ചു തരാം. വായോ. ഇതൊക്കെ അവിടെ പെട്ടെന്ന് തണലാവാൻ വേണ്ടി വെച്ചതാണ്. ഇലഞ്ഞത് ഇത് ഇതിന് പ്രത്യേകിച്ച് ഈ തറി നന്നായി തറിയുന്ന ആന മൂത്രം വയ്ക്കുന്ന വെള്ളമൊക്കെ നേരെ ഇവിടെ എവിടെ നിന്ന് പരന്ന് കിടന്ന് വൃത്തികേടാവില്ല. ഇതിലൂടെ ഒലിച്ച ടാങ്കിലേക്ക് എത്തും. കുളിപ്പിക്കുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് ആ വെള്ളം വേസ്റ്റ് ആക്കേണ്ട. അത് മുഴുവൻ നമുക്ക് ഈ കൃഷിക്ക് ഉപയോഗിക്കാം. 2 പൈപ്പ് കണക്ഷൻ വെച്ചിട്ടുണ്ട്. പൈപ്പ് വെച്ച് മീൻസ് ഈ വെള്ളം പോവാനുള്ളത്. നല്ല ചെയ്തിട്ടുള്ളതൊക്കെ നല്ല ഇതാണ്. ചരലാണ്, കുറ്റിപ്പുറത്ത് പോകുന്ന ചരലാണ് കിടക്കണത്. ഈ കല്ല് പ്രശ്നമില്ല. ഇല്ല ചെറിയ ഇതും ഒന്നുകൂടി ഫ്രഷ് ആവും. ആ തറിയിൽ കണ്ടാൽ മനസ്സിലാവും. ഒന്നുകൂടി ചെറിയ ചരലാവും. ഇത് ഇട്ടിട്ട് ഇങ്ങനെ പകല് നിർത്തും, രാത്രി നിർത്തില്ല. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വൃത്തിയാക്കാനേ. ഇത് ഈ തറിയിൽ കണ്ടില്ല. ഇത് മുഴുവൻ ചെറിയ ചരൽ മണ്ണായി. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പാറപ്പൊടി ഒന്നും നല്ല അടിക്കേണ്ട തറിയില്ലേ. ഈ വെള്ളങ്ങൾ മുഴുവൻ ഈ ടാങ്കിലേക്ക് വരും. ഇതിൽ വരും വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഈ കുളിപ്പിക്കുന്ന അല്ല അങ്ങനെ ഈ അറ്റം വരെ അവിടെ വരെ അവിടെ നിന്ന് ഇട്ട് ആ ലെവൽ ആ അങ്ങേറ്റം അതൊക്കെ നമ്മുടെ തന്നെ അങ്ങനെ എത്തും. ഈ ടാങ്കിൽ നിന്നുള്ളത് വേസ്റ്റ് എങ്ങോട്ടാ പോണേ? ഈ ടാങ്കിന്റെ ആവശ്യമില്ല. ഇതിൽ അലിഞ്ഞു പോകുന്നു വെള്ളം. ഓടിന്റെ വേസ്റ്റുകൾ ഇട്ടിക്കണതിൽ കുളിപ്പിക്കുന്ന വെള്ളമാണ് 2-3 മണിക്കൂർ കുളിപ്പിക്കലോ. ആ വെള്ളം നമ്മൾ വെറുതെ കളയണ്ടല്ലോ, കൃഷിക്ക് ഉപയോഗിക്കാലോ. നമ്മൾ പൈപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ പൈപ്പ് വെച്ചാൽ കുളിപ്പിക്കുന്ന വെള്ളത്തിനെ നമ്മളപ്പോൾ വരുമ്പോൾ ഈ വേസ്റ്റ് അടയ്ക്കാനുള്ള അടപ്പാത്രം ഉണ്ട്. അവിടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം നമുക്ക് ഇങ്ങനെ അങ്ങേറ്റം വരെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. തറി ഇത് കരിങ്കല്ലാണ്. നിൽക്കണ ഭാഗത്തൊക്കെ അമ്പലത്തിനോട് ഒരു ഗ്രിപ്പും കിട്ടും. നല്ല വളരെയധികം പൈസ ചിലവാക്കി ചെയ്തിട്ടുള്ളത് തറികൾ. വിനായകനെ കഴുകിക്കൊണ്ടിരിക്കുന്നു. അല്ലാണ്ട് കയറി ചെല്ലണ്ട, ചിലപ്പോൾ എണീക്കും. അല്ലാതെ അങ്ങോട്ട് കയറി ചെല്ലണ്ട പറയാം, ചിലപ്പോൾ എണീക്കുന്നു പറയാം. അതാ പറഞ്ഞ ആൾക്കാർ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയുടെ ഇഷ്ടക്കുറവുണ്ട്. കുളിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര. അപ്പുറത്ത് നമ്മുടെ ശങ്കരൻകുളം ഉദയനാന നിൽപ്പുണ്ട്. അവിടെ ഉണ്ട് ഉദയനാനയുടെ രണ്ടാമനായിട്ടുള്ള ബാബുചേട്ടൻ. ചേട്ടൻ ഉണ്ട്. മറ്റേ ഒന്നാമൻ സുന്ദരേട്ടൻ, ഇദ്ദേഹം ബാബുചേട്ടൻ.